ഫിറോസ് കുന്നംപറമ്പിലാണ്. ഈ അമ്മയെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കിടു മീഡിയ അതിലൊരു വാർത്ത നമ്മൾ കണ്ട്. കരയാൻ പാടില്ല കേട്ടോ, ഞങ്ങളൊക്കെ ഇല്ലേ. ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ നോക്കിക്കൊണ്ട് കേട്ടോ. ചോറൊക്കെ ഇട്ടിട്ട് കഴിക്കുന്ന ഞങ്ങള്. മുളക് പൊടി ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേറെ ഒന്നുമില്ല, പരിപ്പില്ല, ഒന്നുമില്ല, മുതിരില്ല, ഒന്നുമില്ല. ഞങ്ങക്ക് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ചോറിനു. സാധാരണ ചോറില് മുളക് പൊടി ഇട്ടിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന ഒരമ്മയും ഒരു മകളും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ആ വീഡിയോ കണ്ട മില്യൺ കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മനസ്സ് പൊട്ടി കരഞ്ഞു പോയ ഒരു കാഴ്ചയാണ്. അത് മാത്രമല്ല, ആ മകള് പറയുന്ന കുറേ വാക്കുകളുണ്ട് കരഞ്ഞുകൊണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ണീര് വരുന്നുണ്ട്, എന്നാൽ ഒരു സന്തോഷവും പ്രകടിപ്പിച്ചിട്ട് നിങ്ങളുടെ മോള് പറയുന്ന ആ ഒരു വാക്കുണ്ട്. അത് ഓരോ മനുഷ്യന്റെയും മനസ്സ് തകർക്കുന്നതാണ്. കാരണം ഇന്ന് ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷണം വലിച്ചെറിയുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപക്ഷെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വഴിയില്ലാതെ സാധാരണ അരി വേവിച്ച് മുളക് പൊടിയിട്ട് കഴിക്കുന്ന ഒരു കുടുംബം. ആ വീഡിയോ കണ്ടപ്പോൾ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അപ്പം തന്നെ കണ്ണനെ ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും അവരോ ഒന്ന് പോയി പറയണം, നമുക്ക് അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണമെന്ന്. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ഓടിയെത്തി ഇവർക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാം, അതിലൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ നമ്മൾ ഏറ്റിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മകളന്ന് എന്തോ കുറേ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നടന്നു പോകുമ്പോൾ തല കറങ്ങി വീഴുമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് നമ്മൾ ആ കാര്യമായിട്ട് പോകുന്ന സമയത്ത് വീണ്ടും അവർക്ക് അസുഖം കൂടി അല്ലേ? നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. ആശുപത്രികളിലേക്ക് പോയപ്പോ അത് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആണെന്ന് മാത്രമല്ല, അത് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോയി. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തി. ഒരു പക്ഷേ ആ കഠിനമായ വേദന സഹിച്ചും ആ മകള് ഈ അമ്മയെ നോക്കി വീടിനകത്ത് ഇങ്ങനെ ഇരുന്നു. ഒരു പക്ഷേ ആ മരണത്തിന്റെ അവസാന സമയത്താണ് ആശുപത്രിയിൽ എത്തിപ്പെട്ടത്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അമ്മ ഒറ്റക്കായി. എന്താണെങ്കിലും നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം വാങ്ങിച്ചു നൽകിയിട്ടുണ്ട്. അതിന്റെ ആധാരം കൈമാറാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി അതിലൊരു ചെറിയൊരു ഷെഡ്, അമ്മ പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഞാൻ മരിക്കുന്ന സമയം വരെയല്ലേ എനിക്ക് താമസിക്കണുള്ളൂ, അതിന് വലിയൊരു സംഭവമൊന്നും വേണ്ട, ഒരു കൂര വെച്ചുണ്ടാക്കി തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്ക് അതിലൊരു വീട് കൂടി നിർമ്മിച്ചു നൽകണം. അമ്മയ്ക്ക് വാങ്ങിയ സ്ഥലത്തിന്റെ ആധാരം നിങ്ങളെല്ലാവരെയും സാക്ഷിയാക്കി ഞാനത് കൈമാറുകയാണ്. ഓക്കെ, ഇനി ഈ സാധനത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ